കോണിപ്പടി കിട്ടിയിരുന്നെങ്കിൽ പുത്തൂര് രമണിയുടെ വീട്ടിലെ മതില് ചരമായിരുന്നു കറക്റ്റ് പൊക്ക. ഈശ്വര, ഈ കിടപ്പിലങ്ങ് തീർന്നു പോയാ മതിയായിരുന്നു. പോലീസുകാരുടെ കയ്യിലിരിക്കുന്ന അടിമേടിച്ച് തീരുന്നതിലും ഭേദം. കൊച്ചുകുഞ്ഞ് എഴുന്നോക്കടാ. ഏത് പന്ന മോനടാ എന്നെ ഡാന്ന് വിളിക്കുന്നത്? ചത്തുപോയ നിന്റെ അപ്പനാടാ. ദാ ഇവിടെ ഈ ഓട്ടും പുറത്ത്. അച്ചുവേ, നീ എന്നതാടാ ഈ പാതിരാത്രിയില്? ഓ, രാത്രിയല്ല പകലാ. ഇപ്പൊ തൃപ്തിയായല്ലോ. വേണ്ട വേണ്ടാന്ന് ഞാൻ പലയിടത്തും പിടിച്ചു പറഞ്ഞു, എന്നിട്ടും തല്ലി. തല്ലിയെന്ന്? നിന്നെ ആരാടാ തല്ലിയത്? എന്നെയല്ല, ആ ഗണേശനസിയെ. അവിടുന്ന് ഇങ്ങോട്ട് തിരിച്ചിട്ടുണ്ട് ഫുൾ വിങ്. പെട്ടെന്ന് കുളിച്ച് റെഡിയായിട്ട് നിന്നോ. എടാ, നീ എന്നതൊക്കെയാ പറയുന്നത്? ആ ഗണേശനസയായിട്ട് നമ്മൾ ഇന്നലെ രാത്രി എന്ത് ഡീസന്റ് ആയിട്ടാടാ പിരിഞ്ഞത്. ആ ഡീസന്റ് മനുഷ്യനെ വെറും 2 മിനിറ്റ് കൊണ്ടാടാ നീ 8 കുളിമുറി 7 അടുക്കളയാക്കി മാറ്റിയത്. നന്നായിട്ടൊന്ന് ഓർത്തു നോക്കിയേ. എടാ അജുവേ, ആ ഗണേശനസൈ അവസാനം വിളിച്ച നായിന്റെ മോനേല് ഒരു ഭീഷണിയില്ലടാ. ശരിക്കും അതുള്ളതാ. എന്നാ പിന്നെ ഗിയർ മാറ്റല്ലേ? അയ്യോ വേണ്ട, വേണ്ടെന്ന്. നീ കൊച്ചുഞ്ഞിന്റെ തറവാട്ടിൽ കയറി വന്ന് എന്റെ കൂമ്പിടിച്ചേക്കും അല്ലടാ SI കഴിവറണ മോനെ. ശരിക്കും ഇതാ അവിടെ സംഭവിച്ചത്. ഈ ഓടിന്റെ പുറത്തിരുന്ന് ഇനിയും ഞാൻ വിശദീകരിക്കണോ? എന്നതല്ലേ ഇതിങ്ങനെ പോയാ എന്നതാവൂല്ലേ? വേണ്ട, ഞാൻ ഇനി കള്ളുകൂടി നിർത്താൻ തീരുമാനിച്ചടാ. ശരിക്കും ആൾക്കാരെ മറന്നിട്ട് നമുക്കിനി ഒരു പെഗ് പോലും അടിക്കണ്ട. അത് പോട്ടെ, ഈ നടന്ന സംഭവത്തിലോട്ട് ഞാനിപ്പോ എന്നതാ വേണ്ടത്? ഞാൻ പറയാം. 27 വയസ്സ്. പോലീസിന്റെ കുപ്പായമിട്ട് ഇന്നേവരെ ഒരുത്തനും ഒരു താൻ തോന്നി അന്വേഷിച്ച് ഇങ്ങോട്ട് കാര്യം വന്നിട്ടില്ല. നീ ഒരുത്തൻകാരന് അങ്ങനെ വല്ലതും നടന്നാ പിന്നെ വച്ചേക്കത്തില്ല തോമച്ചൻ. വാ പൊളിച്ച് നിക്കാതെ ഇറങ്ങണ പുറത്ത്. ഇറങ്ങുവാ അന്നേ. എന്നാലും അമ്മാവ, കൊച്ചുഞ്ഞിങ്ങനെ കക്കൂസി പോലും പോവാതെ ഇതേപടി പോലീസ് സ്റ്റേഷനിലോട്ട് കെട്ടിയെടുത്ത ആ ചീത്തപ്പേരും ഇതേ തറവാട്ടിനല്ലയോ? അധിക പ്രസംഗി. ഇനി നിന്റെ ആസനം കഴിയാൻ പോലീസാണ്.